الصلاة على النبي والسلام على الرسول الشافع الأبتقي والحبيب العربي. أنت تطلع بيننا في الكواكب كالبدور، بل وأشرف منه يا سيدي خير النبي. الصلاة والسلام على الرسول الشافع الأبتقي والحبيب العربي. أنت أم أم أبو ما رأينا فيهما، أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي، سيدي خير النبي. الصلاة على النبي والسلام على الرسول الشافع الأبتقي والحبيب العربي. أنت منجينا غدا من شفاعتك صفا، من لنا مثلك يا سيدي خير النبي، سيدي خير النبي. الصلاة على النبي والسلام على الرسول الشافع الأبتقي والحبيب العربي. ارتكبت على الخطا غير حسد وعدد، ارتكبت على الخطا غير حسد وعدد، لك أشكو فيه يا سيدي خير النبي، سيدي خير النبي. الصلاة على النبي والسلام على الرسول الشافع الأبتقي والحبيب العربي. إننا نرجو إلى كأس حوضك للعطش يوم نشر كتابي يا سيدي خير النبي، سيدي خير النبي. الصلاة على النبي والسلام على الرسول الشافع الأبتقي والحبيب العربي. الشفاعة هب لنا في القيامة مشفقا، وأهلنا إلا يا سيدي خير النبي، سيدي
سيدي خير النبي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي سيدي خير النبي الصلاة على النبي والسلام على الرسول الشافع الأبتغي والحبيب العربي والحبيب العربي والحبيب العربي والحبيب العربي. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. ബാക്കവി ഉസ്താദ്, സഫ്വാൻ മോന്, ലുബി മോള് എല്ലാരും ഉണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് അല്ലാഹു തആല നാഫിയായ ഇൽമ് വർദ്ധിപ്പിച്ചു തരികയും നല്ല ഖൈറായ സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ സേവനം ചെയ്യാനും ഒക്കെ അല്ലാഹു തആല ഖൈറും ബർക്കത്തും തൗഫീഖും നൽകുമാറാകട്ടെ. സാധാരണ മൗലിദിലെ ബെയ്ത്തുകൾ ചെല്ലുമ്പോൾ അതിന് ജവാബ് ചെല്ലുക എന്നത് നാട്ടിൽ പതിവാണ്. ഇതൊരു കേവലം പതിവ് എന്നതിലുപരി മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ മാതൃക കാണിച്ചു തന്ന സംഗതിയുമാണ്. ഖന്തക്ക് വളരെ പ്രയാസപ്പെട്ട ഒരു സന്ദർഭത്തിൽ ഖന്തക്ക് കുഴിച്ചുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട സഹാബാക്കൾ ആവേശപൂർവം പാടും, നഹ്നുല്ലദൂന ബായഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖീന അബദാ എന്നിങ്ങനെ ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ ബെയ്ത്ത് ചൊല്ലുമ്പോൾ അതിന് ജവാബായിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാടുമായിരുന്നു, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ ഫഗ്ഫിരിൽ അൻസാറ വൽ മുഹാജിറ. അപ്പോ ഇത്തരം മദ്ഹ് അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ബെയ്ത്ത് ചെല്ലുമ്പം പ്രാർത്ഥന ഉൾപ്പെടുന്ന ജവാബുകളെ കൊണ്ട് ജവാബ് ചൊല്ലി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മാതൃക കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ജവാബുകൾ നമ്മൾ ചെല്ലുന്നതിന്റെ അടിസ്ഥാനം. എന്നാൽ അത് തന്നെ മൗലിദുകളുടെ ജവാബിന്റെ ഒരു പ്രത്യേകത, ഏതാണ്ട് എല്ലാ ജവാബുകളും വ്യത്യസ്ത സ്വലാത്തുകളായിരിക്കും എന്നതാണ്. മൗലിദിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹും അവിടത്തെ മേലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കലും അതിന് മുഖ്യ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നിറവേറാൻ വേണ്ടിയിട്ട് കൂടി ഈ ജവാബിന്റെ പദങ്ങൾ എപ്പോഴും ജവാബിന് ചൊല്ലുന്ന ബൈത്തുകൾ സ്വലാത്തുകളായിരിക്കും. അപ്പൊ രണ്ട് കാര്യമായി. ജവാബ് ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മാതൃക കാണിച്ചു തന്നു, ആ സുന്നത്ത് ഹയാത്താക്കലുമായി അതോടുകൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നതും ആയി. അങ്ങനെയാണ് ഓരോ വരികൾക്കും ജവാബ് ചൊല്ലും. ചിലപ്പോൾ തിരക്കുള്ള ആളുകൾ രണ്ടോ മൂന്നോ ഒക്കെ വരിക്ക് ഒരിക്കേ ജവാബ് ചൊല്ലുള്ളൂ. ഓരോന്നിനും ജവാബ് ചൊല്ലിയാൽ അത് തന്നെയാണ് ഖൈർ. ഫാഖിർ ഉസ്താദ് പറഞ്ഞതുപോലെ ജവാബ് എല്ലാനും ബെയ്ത്ത് എല്ലാനും ഹിക്കായത്ത് വായിക്കാനും ഹദീസ് ഓതാനും ഒക്കെ ഏതാനും ചില ഉസ്താദന്മാര് ഉണ്ടാവും. ബാക്കിയുള്ളവർ ഇരുന്നാൽ തന്നെ ജവാബ് ചെല്ലിയെങ്കിൽ അങ്ങനെ പോരാ. പ്രായോഗികമായി തന്നെ അതിലൊരു മാറ്റം വരുത്തുന്നത് നന്ന്. അതായത് കിതാബ് തെറ്റില്ലാത്ത അക്ഷരം വ്യക്തമായ കിതാബുകൾ എല്ലാവരുടെയും കയ്യിൽ കൊടുക്കുക. എന്നിട്ട് ഉസ്താദുമാര് സാവകാശം അത് ഓതുക. കൂട്ടത്തിൽ
സദസ്യരോടും ഓതാൻ ശീലിപ്പിക്കുക. അങ്ങനെ കുറച്ച് ദിവസങ്ങളിൽ ഉസ്താദുമാരുടെ കൂടെ വ്യക്തമായ അച്ചടിയുള്ള നല്ല വാദിഹായ അച്ചടിയുള്ള കിതാബുകളിൽ നോക്കി കൂടെ വായിച്ച് ശീലിച്ചാൽ പിന്നെ സാധാരണക്കാർക്കും കഴിയും. മറ്റേ അത് ശീലമില്ലാത്തത് കൊണ്ട് ഒരു ബേജാറാണ് ആളുകൾക്ക്. ശരിക്കും ഖുർആനൊക്കെ നന്നായിട്ട് ഓതുന്ന അറബിയിലുള്ള എഴുത്തുകളൊക്കെ ശരിക്കും വായിക്കാൻ അറിയുന്നവർക്ക് തന്നെ ഒരു മജ്ലിസിൽ വെച്ചിട്ട് മൗലിദിന്റെ ഒരു ഹിക്കായത്ത് ഓതണം എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാ, വിറക്കും, അങ്ങനെ തെറ്റിപ്പോവും. അത് മാറ്റാൻ പ്രായോഗികമായിട്ട് കൂടെ ഒന്ന് ഓദിച്ച് ശീലിപ്പിക്കുന്നത് നന്നായിരിക്കും. അത് അനുഭവത്തിൽ തന്നെ അത് വലിയ മാറ്റങ്ങൾ വരുത്തിയതായിട്ട് കണ്ടിട്ടുണ്ട്. അയാളുമാട്ടെ നമ്മൾ ചുരുക്കി വിഷയത്തിലേക്ക് വരാം. അസ്വലാത്തു അലൻ നബി, അന്നബി എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ മഹാനായ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേസമയം നബി എന്ന് ആദം നബി അലൈഹിസ്സലാം തൊട്ടുള്ള 1,00,000-ലധികം വരുന്ന എല്ലാ മഹാന്മാരായ അംബിയാ മുർസലുകൾക്കും നബി എന്ന് പറയും. പക്ഷെ അന്നബി എന്ന് പറഞ്ഞാൽ അത് വലബത്ത് കൊണ്ട് അലമായ ഇനത്തിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം പറയുന്നത്. ഏതുപോലെ വെച്ചാൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ വീടിനും പറയാൻ പറ്റും. പക്ഷേ അൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ കഅബ ഷരീഫിന് മാത്രം പറയുന്ന പേരാ. എന്നതുപോലെ അന്നബി എന്ന് പറഞ്ഞാൽ ഫർദ് കാമിൽ ഒരു വിഷയത്തിൽ സമ്പൂർണത എത്തിയ വ്യക്തികൾക്കാണ് അത് പ്രയോഗിക്കുക. അപ്പോ അസ്വലാത്തു അലൻ നബി എന്ന് പറഞ്ഞാൽ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് ചെല്ലാൻ കൽപ്പിച്ചതായിരിക്കുന്ന ആ സ്വലാത്ത്, അതാ അസ്വലാത്ത് എന്ന് പറഞ്ഞു. അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ചെല്ലാൻ കൽപ്പിച്ച ആ ഹബീബ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സദാ ഉണ്ടാകുമാറാകട്ടെ. വസ്സലാമു, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വസല്ലിമു തസ്ലീമ എന്ന് കൽപ്പിച്ച ആ സലാം, അതാണ് അസ്സലാത്ത്, അതാണ് അസ്സലാം. ഖുർആനിൽ അല്ലാഹു മുഅ്മിനുകളായ ആളുകളോട് ചൊല്ലാൻ കൽപ്പിച്ച സ്വലാത്തും ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ചൊല്ലാൻ കൽപ്പിച്ചതായ സലാമും, അങ്ങനെയുള്ള അസ്സലാത്ത് അസ്സലാം അലർ റസൂലി, അർ-റസൂൽ, അതും നേരത്തെ പറഞ്ഞ അന്നബി എന്ന് പറഞ്ഞ പോലെ റസൂൽ എന്ന് പറഞ്ഞാൽ 313 മുർസലീങ്ങൾക്കും റസൂൽ റസൂൽ എന്ന് പറയും. അതിന്റെ പുറമെ മലായിക്കത്തിന്റെ കൂട്ടത്തിലും റസൂലുണ്ട്. എന്നാൽ അർ-റസൂൽ എന്ന് പറഞ്ഞാൽ അത് വലബത്തുകൊണ്ട് അലമിന്റെ സ്ഥാനത്ത് വന്ന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം പറയുന്നതാ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ആജ്ഞാപിച്ച ആ സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. എങ്ങനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അശ്ശഫീഅ്, അശ്ശഫീഅ്, ഷഫീഅ് എന്ന് പറഞ്ഞ ഫഈൽ വസ്ന, അറബി ഗ്രാമർ അറിയുന്നവർക്കറിയാം. ഫഈൽ വസ്ന് ഫായിലിന്റെ മാനക്കും മഫ്ഊലിന്റെ മാനക്കും വരും. ഫായിലിന്റെ മാനക്ക് വരുമ്പോൾ ആ ഷാഫിഅ്, ഷഫാഅത്ത് ചെയ്യുന്നവരായ റസൂലും നബിയും. ഇനി ഷഫീഅ് മശ്ഫൂഇന്റെ അർത്ഥത്തിനാണെങ്കിലോ ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നവർ എന്ന് അർത്ഥം. അത് രണ്ടും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് ഒന്നാമത്. അഥവാ ഒന്നാമതായി അന അവ്വലു ഷാഫിൻ വ അവ്വലു മുശഫ്ഫഇൻ, ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുമുമ്പിൽ ജനതയ്ക്ക് വേണ്ടി മൊത്തമായും ഉമ്മത്തുകൾക്ക് വേണ്ടി പ്രത്യേകമായും ആദ്യമായി ഷഫാഅത്ത് ചെയ്യുന്നവൻ ഞാനാവുന്നു. മാത്രമല്ല അവ്വലു മുശഫ്ഫഇൻ, ആദ്യമായി ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും എന്റേതാവുന്നു. അപ്പൊ ഈ രണ്ടർത്ഥവും അവിടെ ശരിയാവും. ഷഫീഅ് എന്ന് പറഞ്ഞാൽ ഷഫാഅത്ത് ചെയ്യുന്നവരും ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നവരും, ആദ്യമായി ഷഫാഅത്ത് ചെയ്യുന്നവരും ആദ്യമായി അല്ലാഹു തആല ഷഫാഅത്ത് സ്വീകരിക്കുന്നവരും ആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിച്ച ആ സ്വലാത്തും ആ സലാമും ഉണ്ടാകുമാറാകട്ടെ. ഏത് ഷഫീആയ റസൂലാണ്? അൽ അബ്തഹി. അൽ അബ്തഹി എന്ന് മൊത്തം പറഞ്ഞാല് ഈ താഴ്വരകളാ, വെള്ളം വലിച്ചിങ്ങനെ വരുന്ന താഴ്വരകൾക്ക്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മക്ക ഷരീഫ് പൊതുവെ അബ്തഹാണല്ലോ. അതായത് മക്ക ഷരീഫിന്റെ രണ്ട് ഭാഗവും മല കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. എന്നാൽ രണ്ട് ഭാഗം ഖുദായുടെ ഭാഗത്തിലൂടെ ഇങ്ങനെ വന്ന് വെള്ളം ഒലിച്ചിട്ട് ഖദായുടെ ഭാഗത്തേക്ക്, അഥവാ ഇപ്പം മിസ്വല എന്ന് പറയുന്ന ഭാഗത്തിലൂടെ അങ്ങനെ ഒലിച്ചു പോല. അപ്പോ മക്ക ഷരീഫ് യഥാർത്ഥത്തിൽ ഒരു അബുത്തഹാണ്. ആ അബുത്തഹിൽ ജനിച്ചു വളർന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാവുന്ന സർവ്വ സൃഷ്ടികൾക്കും ഷഫാഅത്ത് ചെയ്യുന്നവരായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ സ്വലാത്തും. ആ ജവാബ് ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്തിനെ പറ്റിയൊക്കെ വിശദമായി പറഞ്ഞപ്പോ എവിടെ എത്തൂല. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇനി ഷഫാഅത്ത് നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അവിടേക്ക് വേണ്ടിയിട്ട് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 5 തരത്തിലുള്ള ഷഫാഅത്തുണ്ട്. അതിൽ 2 ഷഫാഅത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. മറ്റുള്ള അംബിയ മുർസലുകൾക്ക് ആർക്കും നൽകപ്പെട്ടിട്ടില്ല. ബാക്കി പറയുന്ന 3 ഷഫാഅത്തുകളിൽ 2 അംബിയാക്കൾക്കും ഉലമാക്കൾക്കും ശുഹദാക്കൾക്കും ഉണ്ട് എന്ന കാര്യത്തിൽ മുസ്ലിം ഉമ്മത്തിൽ തർക്കമില്ല. മറ്റു ഒരു ഷഫാഅത്ത് നബിതങ്ങൾക്കുണ്ട്, അതിന്റെ പുറമെ മറ്റ് മഹാന്മാർക്കും ഉണ്ട് എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്, ഇല്ലാതെയും ഉണ്ട്. അൽ ഹബീബിൽ അറബും കൂടി ഉണ്ട്. അവരെ ഷഫീൽ അബ്തഹി കഴിയട്ടെ, ഷഫീ കഴിയട്ടെ. ഒന്നാമത്തെ ഷഫാഅത്ത് ഞാൻ ചുരുക്കി പറയാം. ഒന്നാമത്തെ ഷഫാഅത്ത് മഖാമുൽ മഹ്മൂദ് എന്ന് പറയുന്ന ജനങ്ങളെ മുഴുവനും വിചാരണക്കെടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സുജൂദിലായി അല്ലാഹുവിനെ ധാരാളം സ്തുതിക്കുമ്പോൾ അവിടുന്ന് തല ഉയർത്താനും തല ഉയർത്തിക്കോളൂ, തങ്ങൾ ചോദിച്ചതെന്തും തരും, തങ്ങൾക്ക് ശുപാർശ, തങ്ങൾ ആർക്ക് വേണ്ടി ശുപാർശ ചെയ്താലും സ്വീകരിക്കപ്പെടും എന്ന് പറയുന്ന ആ മഖാമുൽ മഹ്മൂദ്, ആ ഷഫാഅത്ത് പക്ഷേ മുഅ്മിനീങ്ങൾക്കും കാഫിരീങ്ങൾക്കും മനുഷ്യർക്കും ജിന്നുകൾക്കും എല്ലാവർക്കും ബാധക. അത് പ്രത്യേകമായിട്ടൊന്നുമില്ല. വിചാരണ എടുത്ത് ഖൈറിന്റെ അഹ്ലുകാരെ രക്ഷപ്പെടുത്താനും അല്ലാത്തവരെ അതിന്റെ തീരുമാനമെടുത്തുകൊണ്ട് അവരെ പ്രതിഫലത്തിലേക്ക് വിടാനും ഒക്കെയുള്ള ഒന്നാമത്തെ ഷഫാഅത്താണ്. രണ്ടാമത്തെ ഷഫാഅത്താണ് ഏറ്റവും പ്രധാനമായത്. അത് കിതാബില്ലാതെ ഹിസാബില്ലാതെ നന്മ തിന്മകൾ തൂക്കാതെ കുറേയേറെ ആളുകളെ സ്വർഗത്തിലേക്ക് വിടാനുള്ള ഷഫാഅത്താണ്. ഈ ഷഫാഅത്തിനെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, 70,000 ആളുകൾ എന്റെ ഉമ്മത്തുകളിൽ നിന്നും ഹിസാബോ മീസാനോ ഇല്ലാതെ സ്വർഗത്തിൽ കടക്കും. അവർക്ക് കിതാബ് നൽകപ്പെടുന്നില്ല, ഹിസാബ് നടത്തപ്പെടുന്നില്ല, മീസാനിൽ തൂക്കപ്പെടുന്നില്ല, ഒന്നുമില്ല. അപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഹബീബായ നബി അതൊന്ന് വർദ്ധിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഒന്ന് ദുആ ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഉമ്മത്തിനോടുള്ള കാരുണ്യം പോലെ വേറെ ഒരാൾക്കുണ്ടാവോ? അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് സഅൽതുഹു, പ്രിയപ്പെട്ട ഉമറേ ഞാനത് നേരത്തെ തന്നെ ചോദിച്ചു കഴിഞ്ഞു. 70,000 അങ്ങനെ തന്നപ്പം അതിൽ കൂടുതൽ ഞാൻ ചോദിച്ചപ്പോൾ അതിൽപ്പെട്ട ഒരാൾക്ക് 70,000 എന്ന വീതം 70,000 × 70,000 ആക്കി അല്ലാഹു തആല അത് വർദ്ധിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ള ഷഫാഅത്താണ്. മറ്റുള്ള അമ്പിയാക്കൾക്കോ ശുഹദാക്കൾക്കോ ഉലമാക്കൾക്കോ ഈ ഷഫാഅത്ത് ഇല്ല. അതായത് ഹിസാബും കിതാബും ഒന്നുമില്ലാതെ നേരെ സ്വർഗത്തിലേക്ക് പോകാനുള്ള അനുമതി. അതൊക്കെ ഹദീസിൽ വിശദമായി പറഞ്ഞതാണ്, ഇവിടെ ഇപ്പൊ കൂടുതൽ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ ഒരു ഷഫാഅത്ത് അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്നാണ് സഹിയായ അഭിപ്രായം. അതെന്താ? അതപ്പം ഞമ്മക്കൊക്കെ ഇപ്പം പ്രതീക്ഷിക്കാനുള്ള
അതായത് ഉമ്മത്തുകളിൽപ്പെട്ട ആളുകൾ വാഹരിൽ അത്തറഫു അമലം സ്വാലിഹ് അത്തറഫു അമലം സ്വാലിഹം വാഹർ ചെയ്യുക, കുറെ നല്ലതുണ്ട് കുറെ ചീത്തയുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഹിസാബുണ്ട്, കിതാബുണ്ട്, നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന സമയത്ത് ഹസനാത്ത് മുൻതൂക്കമാകാൻ സാധ്യത കാണാതെ സയ്യിആത്ത് വർദ്ധിച്ച് ഹസനാത്ത് കുറഞ്ഞു എന്ന് ഏതായാലും തെറ്റുകുറ്റങ്ങളുടെ ആധിക്യം കാരണം ഹസനാത്ത് തൂക്കം കുറയുകയും നരകത്തിൽ പോകാൻ ഇടവരും എന്ന് തോന്നുന്ന ആ പ്രതിസന്ധി ഘട്ടത്തിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ പ്രത്യേകം സ്വലാത്ത് വർദ്ധിപ്പിച്ചവർക്ക് അവിടുന്ന് പ്രത്യേകം ശഫാഅത്ത് ചെയ്യും. അങ്ങനെ അവരുടെ ഹസനത്ത് മുൻതൂക്കമാക്കി നരകത്തിൽ തീരെ പ്രവേശിക്കാതെ സ്വർഗപ്രവേശം ലഭിക്കുന്ന ഒരു ശഫാഅത്തുണ്ട്. ഈ ശഫാഅത്തുകൾ മൂന്നും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തുകളാണ്. അത് മുഅ്മിനീങ്ങൾക്ക് മാത്രം ലഭിക്കുന്നത് ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാനുള്ള ശഫാഅത്തും നരകത്തിൽ കടക്കാതെ ദോഷം പൊറുക്കപ്പെട്ട് ഹസനാത്ത് മുൻതൂക്കമാക്കി സ്വർഗത്തിൽ കടക്കുന്ന ശഫാഅത്തും. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ളത് നരകത്തിൽ കടന്നവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശഫാഅത്താണ്. ആ ശഫാഅത്ത് എല്ലാ അമ്പിയാക്കൾക്കും ഉണ്ട്, അതുപോലെ തന്നെ സ്വാലിഹീങ്ങൾക്കുണ്ട്, ഉലമാക്കൾക്കുണ്ട്, ശുഹദാക്കൾക്കുണ്ട്, ഒക്കെ ഉണ്ട്. അഞ്ചാമത്തെ ശഫാഅത്ത് സ്വർഗത്ത് കടന്നു കഴിഞ്ഞതിന് ശേഷം ദർജകൾ ഉയർത്താനുള്ള ശഫാഅത്താണ്. ദർജകൾ ഉയർത്താന്ന് പറഞ്ഞാല് ഇപ്പൊ വാപ്പ വലിയ ഉയർന്ന സ്ഥാനത്തും മകൻ വളരെ താഴെയുള്ള സ്ഥാനത്തും, അല്ലെങ്കിൽ മകൻ വളരെ ഉയർന്ന സ്ഥാനത്തും ബാപ്പി വളരെ താഴ്ന്ന സ്ഥാനത്തുമാണ്. ഈ സാഹചര്യത്തിൽ അവർക്ക് സങ്കടം വരും. ഞാൻ ഇപ്പൊ ഇവിടെയൊക്കെ ആയിട്ട് എന്റെ വാപ്പ അവിടെയല്ലോ, എന്റെ ഉമ്മ അവിടെയല്ലോ, അല്ലെങ്കിൽ എന്റെ മോൻ അവിടെയല്ലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ചെന്നിട്ട് ശഫാഅത്തിന് ആവശ്യപ്പെടുമ്പോൾ ഈ മക്കളുടെ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഈ വാപ്പമാരുടെ സ്ഥാനത്തേക്ക് ഈ താഴെ ദർജയിലുള്ളവരെ ദർജ ഉയർത്തിക്കൊണ്ട് അവരുടെ സ്ഥാനത്തേക്ക് ഉയർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശഫാഅത്ത്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഈ ശഫാഅത്ത് മറ്റു മഹാന്മാർക്കും ഉണ്ട് എന്നതാണ് പ്രബലമായ അഭിപ്രായം. അങ്ങനെ 5 തരത്തിലുള്ള ശഫാഅത്താണ്. അതിൽ ആദ്യം പറഞ്ഞ 3 ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയാണ്. അതിൽപ്പെട്ട രണ്ടാമത്തതും മൂന്നാമത്തതുമാണ് നാം ശഫാഅത്ത് ചോദിക്കുന്നത് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ആട്ടെ. വൽ ഹബീബിൽ അറബി, അൽ ഹബീബാവുന്ന അറബി എന്ന് പറഞ്ഞാൽ മനുഷ്യരെ രണ്ടായി തിരിച്ചാൽ അജ്മികളെന്നും അറബികളെന്നും ഉള്ള 2 വേർതിരിവ്. അറബി എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾക്കൊള്ളുന്ന ഹൈറായ ഒരു വിഭാഗത്തിന്റെ പ്രത്യേകതയാണ്. അറബി ഭാഷ ആയതുകൊണ്ട് മാത്രമല്ല, ഭാഷയ്ക്ക് തന്നെ പ്രത്യേകത ഉണ്ട്. ഒന്ന് ഖുർആൻ അല്ലാഹു തആല തെരഞ്ഞെടുത്ത ഭാഷ അറബിയാണ്. അതിന്റെ പുറമെ സ്വർഗത്തിന്റെ അഹ്ലുകാർ നാളെ സ്വർഗത്തിൽ സംസാരിക്കുന്ന ഭാഷ, അത് കീശിരിക്കാരാണെങ്കിലും അല്ല കണ്ണൂർക്കാരാണെങ്കിലും എവിടുത്തുകാരാണെങ്കിലും സ്വർഗത്തിലെത്തിക്കിട്ടിയാൽ, അല്ലാഹു നമ്മളെല്ലാവരും സ്വർഗത്തിലെത്തിച്ചേരട്ടെ, സ്വർഗത്തിലെത്തിക്കിട്ടിയാൽ പിന്നെ എല്ലാവരുടെ ഭാഷയും അറബിയാണ്. അപ്പൊ സ്വർഗത്തിലെ ഭാഷ, ഖുർആനിന്റെ ഭാഷ, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷ. അപ്പൊ ആ നിലക്ക് എല്ലാം തികഞ്ഞ സമ്പൂർണ്ണ അറബി എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയും 100% ആരോടും ഉൾക്കൊള്ളാൻ കഴിയില്ല, പ്രത്യേകിച്ച് അറബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്താണ് അറബി പൂർണ്ണമായി അറിയും എന്നത്. എന്ന് പറഞ്ഞാൽ അറബികൾ വ്യത്യസ്ത ഭാഷക്കാരുണ്ട്. ഇപ്പൊ പറഞ്ഞേക്ക് കണ്ണൂർക്കാരൊരു ഭാഷ, കാസർഗോഡുകാരെ വേറൊരു ഭാഷ, അതിന്റെ മഞ്ചേശ്വരക്കാർക്ക് വേറൊരു ഭാഷ, ഇങ്ങോട്ട് പോകുന്നാൽ തൃശ്ശൂർക്കാർക്കൊരു ഭാഷ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആലപ്പുഴക്കാർക്കൊരു ഭാഷ, തിരുവനന്തപുരത്തുകാർക്കൊരു ഭാഷ, ഇങ്ങനെ 6 നാട്ടിൽ 100 ഭാഷ എന്ന് പറഞ്ഞേക്ക് മലയാളം തന്നെ. ഇതെല്ലാം കൂടി അറിയുന്ന ആളുകൾ ആരും ഉണ്ടാവില്ല. എന്നതുപോലെ തന്നെ അറബിയിലും വ്യത്യസ്ത ശൈലി ഭാഷകളുണ്ട്. ഇതെല്ലാം അറിയുന്ന ആളായിരുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അൽ അറബിയത്ത് പൂർണ്ണമായി അറിയുന്ന നബി തങ്ങളുടെ മുഅ്ജിസത്തുകളിൽപ്പെട്ട ഒരു മുഅ്ജിസത്താണ്. അങ്ങനെയുള്ള അൽ അറബിയാവുന്ന ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഷഫീആവുന്ന അബ്തഹി മക്കക്കാരനായ ഷഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മേൽ അല്ലാഹുവിന്റെ സ്വലാത്തും സലാമും സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ജവാബ് ചൊല്ലി. ഈ വിഷയത്തിലേക്ക് വരിക, അധികം നീട്ടിയാൽ വെത്തുന്ന് പൂർത്തിയാക്കണം, നാളത്തേക്ക് അത് നീട്ടിയാക്കാൻ പറ്റൂലല്ലോ.
അന്ത തത്ലുഉ ബൈനന ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബീന. അന്ത, അപ്പൊ നമ്മള് മൗലിദ് ഇങ്ങനെ ഓതി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പരിചയപ്പെട്ട് വന്ന് ആ ഹദീസ് ഹിക്കായത്ത് പൂർത്തിയാകുമ്പോൾ നേരെ നമ്മുടെ കണ്ണു മുന്നിൽ ഹബീബാവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ളതുപോലെ. ഏതുകൊണ്ട്? ജനനം വരെ അങ്ങോട്ട് പറഞ്ഞല്ലോ. ഉമ്മ അബ്ദുള്ള എന്നവരിൽ നിന്നിട്ട് ഉമ്മ ആമിന ബീവിയിലേക്ക് എത്തുന്നത് വരെയുള്ള വിവരം പറഞ്ഞിട്ട് ആ ഹബീബിന്റെ ജനനം. അപ്പൊ നേരെ കണ്ണു മുന്നിൽ ഹബീബിനെ നിർത്തിയിട്ട് ഇനി നേരെ സംബോധനം ചെയ്യാം. അന്ത, ഈ പറയപ്പെട്ട നിലക്ക് അള്ളാഹു ഒന്നാമത്തെ നൂറായി സൃഷ്ടിച്ചു. അവിടെ നിന്ന് ആദം നബി അലൈഹിസ്സലാം തൊട്ട് അബ്ദുള്ള വരെയുള്ള പരിശുദ്ധമാരായ മാതാപിതാക്കളിലൂടെ വന്ന് ഞങ്ങളിൽ ആഗതരായ ഹബീബായ നബിയെ അങ്ങ്. തത്ലുഉ, ലാമിന് ലൊമ്മുകൊണ്ടുള്ള ഖിറാത്താണ് ഏറ്റവും നല്ലത്. ഖുർആൻ പ്രയോഗിച്ച ശൈലി അതാണ്. ഇവിടെ ഇന്നലെ മിന്നാന്ന് ഒരു മുത്തഅല്ലിമാന്ന് തോന്നുന്നു ചോദിച്ചിരുന്നു, തത്ലുഉ എന്നാണല്ലോ ഖുർആനിലൊക്കെ കാണുന്നത്, എന്നാൽ ഉസ്താദന്മാരുൾപ്പെടെ പലരും തത്ലുഉ എന്ന് വായിക്കുന്നുണ്ടല്ലോ, അതിന്റെ ശരി ഏതാണ്? ഏതായാലും ഇപ്പൊ ഓതുന്നെന്ന് പറയണല്ലോ എന്നുള്ളവർക്ക് അന്നത് മറുപടി പറയാതെ നിന്നതാ. അപ്പോ ഈ ത്വലഅ എന്ന ഫീല് നോക്കണം. ത്വലഅ എന്ന് പറയുന്ന ഫീല് 3 നിലക്ക് ഉപയോഗമുണ്ട്. ഒരർത്ഥത്തിൽ 4 നിലക്ക് ഉപയോഗം ഉണ്ടായിരുന്നു. ഒരു ഉപയോഗം ഇപ്പോഴില്ല. ഏതാണത്? ഒന്ന്, ഖതഅ യഖ്തഉ പോലെ ഫഅല യഫഅലു ബാബ്, രണ്ടിലും ഫത്ഹായിട്ട്, മാളിയിലും ഫത്ഹ് മുളാരിയിലും ഫത്ഹായിട്ട് ഖതഅ യഖ്തഉ പോലെ. രണ്ടാമത്തെ പ്രയോഗം നസറ യൻസുറു പോലെ. അപ്പൊ ത്വലഅ യത്ലുഉ, മാളിയിൽ ഫത്ഹും മുളാരിയിൽ ദമ്മുമായിട്ട് ത്വലഅ യത്ലുഉ. ഇനി മൂന്നാമത്തേത് സമിഅ യസ്മഉ പോലെ. അപ്പൊ ത്വലിഅ യത്ലഉ. ഇനി നാലാമത്തെ ഒരു പ്രയോഗം ഉണ്ടായിരുന്നത് ഫഅല യഫഇലു വറബ യദ്രിബു പോലെ. പക്ഷെ ആ പ്രയോഗം ഇന്ന് നിലവിലില്ല എന്ന് നമ്മുടെ ബഹ്റു മുഹയ്യത്തില് അബൂ ഹയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ആ പ്രയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഹത്താ എങ്ങനെ സുമ്മാത്ത് ബസബബ ഹത്താ ഇദാ അതാ മത്ലിഅ ശംസി എന്നൊരു ഖിറാത്താണല്ലോ നമ്മുടെ നാട്ടിൽ പ്രയോഗമുള്ളത്. പക്ഷെ സ്വബേയായ ഖിറാത്തിൽ രണ്ടും ഉണ്ട് കേട്ടോ. മത്ലിഅ ശംസി എന്നുണ്ട്, മത്ലിഅ ശംസി എന്നുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഖിറാത്തിലുള്ളത് മത്ലിഅ ശംസ് എന്നാ. ഈ മത്ലിഅ എന്ന് വരണമെങ്കിൽ മുളാരിയിൽ തന്നെ കസ്ർ വരണം. അപ്പൊ ത്വല യത്ലിഉ എന്ന് പറയുന്ന വറബ യദ്രിബുവിന്റെ പ്രയോഗം ഈ ത്വലാക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ ലോത്ത് ഇസ്തിമാലിൽ ഇല്ല എന്ന് അബൂ ഹയ്യാൻ, വലിയ നഹ്വിയാണല്ലോ ആള്, അബൂ ഹയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ ലോത്ത് ഇസ്തിമാലില്ല. പക്ഷെ അതനുസരിച്ചാണ് ഖിറാത്തിൽ ഏത് വരുന്നത്? മത്ലിഅ ശംസി എന്ന്. എന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് പോയിട്ട് തത്ലുഉ അലാ ഖൗമിന്ന ലം നജഅൽ ലഹും മിൻ ദൂനിഹാ സിത്റ. തത്ലുഉ, അവിടെ ത്വലഅ യത്ലുഉ എന്ന് പറഞ്ഞ നസറ യൻസുറു പ്രയോഗമാണ്. ഉദിക്കുക, വെളിപ്പെടുക എന്ന അർത്ഥത്തിന് ഈ നസറ യൻസുറു ബാബ് മാത്രമേ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളൂ. അതാ പ്രത്യേകിച്ച് അടിവരായിട്ട് മനസ്സിലാക്കേണ്ടത്. ത്വലഅ യത്ലുഉ എന്ന് പറയുന്ന നസറ യൻസുറു ബാബിൽ വരുമ്പോഴേ ഈ ത്വലഅ എന്ന ഫീലിന് വെളിപ്പെട്ടു, ഉദിച്ചു എന്നർത്ഥം കിട്ടുള്ളൂ. നമ്മളിവിടെ ഉദിച്ചു എന്ന അർത്ഥം മക്കള്, വെളിപ്പെട്ടു. ആ അർത്ഥത്തിന് കിട്ടണമെങ്കിൽ ത്വലഅ യത്ലുഉ എന്ന് വമ്മു കൊണ്ട് പറയണം. അതേ സമയത്ത് ഖതഅ യഖ്തഉ പോലെ ത്വലഅ യത്ലഉ എന്ന് പറഞ്ഞത് കേറുക എന്നുള്ള അർത്ഥത്തിനാ ഉപയോഗിക്കുക. ഇപ്പൊ സാധാരണ വണ്ടി കയറുന്നതിനൊക്കെ ഇവർ പറയണത് ത്വല എന്ന് പറയുന്ന ആ ത്വലഅയാണ് യത്ലഉ എന്ന് ഫത്ഹ് കൊണ്ടുവരുന്നത്. അപ്പൊ ആ അർത്ഥത്തിന് അർത്ഥം കൊള്ള നോക്കുമ്പോഴും ഖുർആന്റെ പ്രയോഗം കൊള്ള നോക്കുമ്പോഴും അന്ത തത്ലുഉ എന്ന് ലാമ് കൊണ്ട്, ലാമിന് ദമ്മ് കൊണ്ടുള്ള പ്രയോഗമാണ്
ഏറ്റവും നല്ലത്. മനസ്സിലായില്ലേ? അല്ലാതെ അന്ത തൊത്തുലാവൂ എന്ന് ഫത്ഹ് കൊണ്ട് ഓതിയാൽ അതിലുള്ള കേട് കേറുക, കയറ്റം കയറുക, ഉയരമുള്ള സ്ഥലത്ത് വരിക എന്നൊക്കെ അർത്ഥത്തിനുള്ള വരുമെങ്കിലും നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന പ്രത്യക്ഷപ്പെട്ടു, ഉദിച്ചു എന്നൊക്കെ അർത്ഥത്തിനാവുമ്പോൾ ദമ്മ് കൊണ്ടുള്ള ഖിറാഅത്താണ് ഏറ്റവും ഉത്തമം. ഖുർആന്റെ പ്രയോഗത്തിനോട് അതാണ് യോജിപ്പ്. ആട്ടെ, അന്ത ഹബീബായ നബിയെ അങ്ങ് തത്ലുഉ അവിടെ നിന്ന് ഉദയം ചെയ്യുന്നു, ബൈനന ഞങ്ങൾക്കിടയിൽ. അതൊരു പ്രയോഗമാണ്. ഞങ്ങൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ ഏത് ഞങ്ങള്? നമ്മളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലത്തെ ചണ്ടി ചവറുകൾക്കിടയിലോ അല്ലല്ല, അതാണെങ്കിൽ പോരാ. മറിച്ച് ബഹുമാനപ്പെട്ട സ്വഹാബ കിറാമുകൾ മദീന ഷരീഫിലേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹും ഹിജ്റ പോയ സമയത്ത് അവിടെ എത്തിയപ്പോൾ സ്വീകരണത്തിൽ പങ്കെടുത്ത നൂറുകണക്കായ സ്വഹാബികൾ, വലിയവരും കുട്ടികളും വ്യത്യാസമില്ലാതെ ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈന മദഅലില്ലാഹി ദാഇ എന്ന് തുടങ്ങുന്ന ആ ബെയ്ത്ത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ ഈ പ്രയോഗം പ്രയോഗിച്ചത് എന്നതാണ് ശരി. അപ്പൊ അന്ത ഹബീബായ നബിയെ അവിടുന്ന് തത്ലുഉ ഉദയം ചെയ്യുന്നു, പ്രത്യക്ഷപ്പെടുന്നു, ബൈനന സഹാബാക്കളാവുന്ന ആ ഞങ്ങൾക്കിടയിൽ. അവരെന്താ? അസ്ഹാബിക്കൻ നജൂം ബിഅയ്യിഹിം യഖ്തദൈതും ഇഹ്തദൈതും. എന്റെ സഹാബാക്കൾ മുഴുവനും നജൂമ് പോലെ, നക്ഷത്രങ്ങളെ പോലെയാണ്. ആരെ പിന്തുടർന്നാലും അവിടുന്ന് അവർ രക്ഷപ്പെടും എന്ന് അവർ ഹിദായത്തിലാവും എന്ന് പറഞ്ഞ ആ നക്ഷത്രങ്ങളാവുന്ന ലോകത്തിന് മുഴുവനും മാതൃകയായ മഹാന്മാരായ മുൻകാല അമ്പിയാക്കന്മാരുടെ പദവിയുള്ള ലോകത്തിന്റെ ഹിദായത്തിന്റെ നക്ഷത്രങ്ങളായ സ്വഹാബാക്കൾക്ക് ഇടയിൽ ഹബീബായ നബിയെ അങ്ങ് പ്രത്യക്ഷപ്പെടുന്നത് ഫിൽ കവാകിബി കൽബുദൂർ. ഫിൽ കവാകിബി എന്ന് പറഞ്ഞ ഒരു മഅ്റൂഫായ മുഖദ്ദറിനോടാണ് താല്ലുക്ക്. ഐ കതുലൂഇൽ ബുദൂരി ഫിൽ കവാകിബി. അങ്ങനെ കതുലൂഇൽ ബുദൂരി ഫിൽ കവാകിബി. പൂർണ്ണചന്ദ്രന്മാർ നക്ഷത്രങ്ങൾക്കിടയിൽ വെളിവാവുന്നത് പോലെ. ബദർ തന്നെ മതി തഅലീമിന്റെ ജമ്മായിട്ട് കണക്കൂട്ടാം. കുറെ പൂർണ്ണചന്ദ്രന്മാര് എന്നർത്ഥം വെച്ചോളുന്നില്ല. മറിച്ച് ബദറുൽ ബുദൂർ എന്ന് പറയാറുണ്ട്, ഷുമൂസ് എന്ന് പറയാറുണ്ട്. അത് പൂജക ബഹുവചനം എന്നാണ് അതിന് മലയാളത്തിൽ പറയാം. അഥവാ ആദരവിന്റെ നിലക്ക് തഅലീമിന്റെ ജമ്മ് എന്ന് അറബിയിലും പറയും. അപ്പോ ആ മഹത്തായ പൂർണ്ണചന്ദ്രൻ ബഹുമാനപ്പെട്ട സഹാബാക്കൾക്കിടയിൽ അങ്ങ് പ്രത്യക്ഷപ്പെടുന്നത് ആകാശത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ധാരാളം നക്ഷത്രങ്ങൾക്കിടയിൽ പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടതുപോലെയാണ്. അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബാ കിറാമുകളെയും പൂർണ്ണചന്ദ്രനും നക്ഷത്രങ്ങളുമായി ഉപമിച്ചു. അത് ഉപമിച്ചു കഴിഞ്ഞപ്പോ കവിക്ക് ഒരു അസ്വസ്ഥത. അത് പോരല്ലോ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബത്തും തമ്മിലുള്ള അന്തരം തന്നെ ചന്ദ്രനും നക്ഷത്രവും പോലെ എന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാളും അന്തരമുണ്ട്. പിന്നെ നമ്മൾക്കിടയിൽ പറയും വേണ്ട, അതാ നമ്മളെ ഇടയിൽ എന്ന് പറഞ്ഞാൽ അവിടെ സഹാബാക്കളുടെ ആ ഹാലത്ത് മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് പറഞ്ഞു. ബൽ അതുകൊണ്ടാണ് പറഞ്ഞത്. മാത്രമല്ല, പൂർണ്ണചന്ദ്രൻ നക്ഷത്രങ്ങൾക്കിടയിൽ പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടതുപോലെ മാത്രമല്ല, വഅശ്റഫു മിൻഹു വഅശ്റഫു എന്ന് പറഞ്ഞത് വാവ് വേണം. ആ വാവ് ഒരു മഅ്റൂഫ് മക്കാണ് അത്ഫ്. മനസ്സിലായില്ലേ? ബൽ തുലൂക ബൈനന അഅല എന്ന് സങ്കല്പിക്കുക. തങ്ങൾ ബൽ മാത്രമല്ല, അങ്ങ് ഞങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നത് അഅല മിമ്മാ ദുക്റ, മേൽ പറഞ്ഞ പൂർണ്ണ
ചന്ദ്രൻ നക്ഷത്രങ്ങൾക്കിടയിൽ വെളിവരുന്നത് പോലെ മാത്രമല്ല അഷ്റഫു മിൻഹു, അതിനേക്കാളും എത്രയോ അത്യുന്നതമാണ്. യാ സയ്യിദി, യാ സയ്യിദി, എന്റെ സയ്യിദായിട്ടുള്ളവരെ, ഖൈറൻ നബി, യാ സയ്യിദി. സയ്യിദ് എന്ന് പറഞ്ഞാൽ അസയ്യിദ് ഹുവല്ലദീ യഫൂഖു ഖൗമഹു യഫ്സഊന ഇലൈഹി ഫിശ്ശദായിദി എന്നാ. എല്ലാവരുടെ തന്റെ ജനങ്ങളുടെ ഏറ്റവും ഉന്നത സ്ഥാനീയനും അതോടുകൂടി എല്ലാ കഷ്ടപ്പാടുകളിലും പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും അഭയം തേടുന്ന അഭയകേന്ദ്രവുമായ ആൾക്കാണ് സയ്യിദ് സയ്യിദ് എന്ന് പറയുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതുമാണ്. അന സയ്യിദു വൽദി ആദമ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മനുഷ്യകുലത്തിന്റെ മുഴുവനും അഭയകേന്ദ്രം ഞാനാണ്. എല്ലാവരും മറ്റെല്ലാ ആശ്രയവും അഭയകേന്ദ്രവും നഷ്ടപ്പെട്ട് അവസാനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദ്റത്തിലേക്ക് ഓടിയെടുക്കുകയാണല്ലോ എല്ലാവരും. ഇമാം ബുഖാരിയുടെ ധാരാളം ഹദീസുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ സയ്യിദുൽ വൽദി ആദം, മനുഷ്യകുലത്തിന്റെ അഭയകേന്ദ്രമാണ് ഞാൻ. അവരുടെ നേതാവാണെന്നും അർത്ഥമുണ്ട്, രണ്ടുമുണ്ട്. അല്ലദീ യഫൂഖു ഖൗമഹു എന്ന് പറഞ്ഞാൽ നേതാവാണ് എന്ന. നേതാവ് എന്ന് മാത്രമല്ല, യഫ്സഊന ഇലൈഹി ഫിശ്ശദായിദ്, പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും വിഷമങ്ങളിലും അഭയം തേടിച്ചെല്ലുന്ന അഭയകേന്ദ്രവുമാണ്. മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും അഭയകേന്ദ്രവുമായവരാണ്. യാ സയ്യിദി, എന്റെ സയ്യിദായിട്ടുള്ളവരെ, എന്റെ അഭയകേന്ദ്രമായിട്ടുള്ള എന്റെ നേതാവായിട്ടുള്ള ഹബീബേ, ഖൈറൻ നബി, യാ സയ്യിദി ഖൈറൻ നബി. അതായത് നബിമാരിൽ ഏറ്റവും നബിമാരുടെ നേരന്മാർ വെച്ചിട്ടും ഏറ്റവും ഹൈറായ നബിയായ എന്റെ സയ്യിദായ ഉള്ളവരെ, അങ്ങ് ഞങ്ങൾക്കിടയിൽ അല്ല, ബഹുമാനപ്പെട്ട താരതുല്യരായ സ്വഹാബാക്കൾക്കിടയിൽ തന്നെ പ്രത്യക്ഷപ്പെടുമ്പോൾ കൊച്ചു കൊച്ചു നക്ഷത്രങ്ങൾക്കിടയിൽ പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടതുപോലെയാണ്. അല്ല, അതിനേക്കാളും അത്യുത്തമവനാണ് മഹത്തായ സ്ഥാനം. ഉപമ പറയുമ്പോൾ ഒരു കാര്യം എന്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപമിക്കാൻ പറ്റുന്നൊരു വസ്തു ലോകത്തില്ല. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിരിഹി. സാധാരണഗതിയിൽ ഉപമക്കൊരു കണക്കുണ്ട്. മുശബ്ബഹും മുശബ്ബഹു ബിഹിം തമ്മിൽ നോക്കുമ്പോൾ മുശബ്ബഹു ബി മേലി മുശബ്ബഹ് അതിന്റെ താഴെ ആയിരിക്കണം എന്നാ കണക്ക്. ആ കണക്കിന് നോക്കിയാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യക്ഷപ്പെടൽ പൂർണ്ണചന്ദ്രന്റെ പ്രത്യക്ഷപ്പെടലിനോട് ഉപമിച്ചത് യഥാർത്ഥത്തിൽ തല തിരിച്ചിട്ടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനവും മഹത്വവും ബഹുമാനവും കൊള്ള നോക്കുമ്പോൾ ഈ പൂർണ്ണചന്ദ്രനൊന്നുമല്ല. അപ്പൊ പൂർണ്ണചന്ദ്രനെ പോലെയാണെന്ന് പറഞ്ഞാൽ മുശബ്ബഹ് ബിഹി മേലെ, മുശബ്ബഹ് താഴെയായിട്ടാണ്, അല്ല തല തിരിച്ചിട്ട് വന്ന അവസ്ഥയാണ് ഉണ്ടാകുക. പക്ഷെ അതല്ലാതെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് സാധാരണഗതിയിൽ അങ്ങനെ മനുഷ്യർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചില ഉപമകളൊക്കെ ഖുർആൻ ശരീഫിലും പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപമിക്കാൻ ആ വിഷയത്തിൽ ഏത് അർത്ഥത്തിലെടുത്താലും ഗുണഗണങ്ങളുടെ മഹാസിലുകളുടെ അർത്ഥത്തിൽ നബി തങ്ങൾക്ക് സമാനമായ ഒന്നുമില്ല. അപ്പൊ മറ്റൊന്നിനോട് ഉപമിക്കാനില്ല. സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, സാഗരം സാഗരോപമം എന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ കടല് പോലത്തെ കടല് എന്ന് പറഞ്ഞാൽ കടലിനെ മറ്റൊന്നിനോട് ഉപമിക്കാൻ കഴിയില്ല. എന്നതുപോലെ കടല് പോലത്തെ കടല് എന്ന് പറയല്ലാതെ മറ്റൊന്നിനോ അതിനെക്കാട്ടിലും വലിയൊന്നിനോട് ഉപമിക്കാൻ കടലിൽ ഇല്ലല്ലോ. എന്നതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സാഗരം സാഗരോപമം എന്ന് പറഞ്ഞതാണ് നിൽക്കുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപമിക്കാൻ പറ്റുന്ന ഒരു വസ്തു വേറില്ല. എന്നാ പിന്നെ നമ്മളെ കാഴ്ചയിൽ വ്യത്യാസമായിട്ട് കാണുന്ന രണ്ട് പ്രകാശ വസ്തുക്കളുടെ കൂട്ടത്തിൽ കുറെ നക്ഷത്രങ്ങൾ ചെറിയ പ്രകാശം തരുമ്പോൾ വലിയ പ്രകാശം തരുന്ന പൂർണ്ണചന്ദ്രനോട് ഉപമിച്ചു. അത് മതിയായില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ബൽ അഷ്റഫു മിൻഹു എന്ന് തിരുത്തി പറഞ്ഞത്. കാരണം മറ്റൊന്നും ഉപമിക്കാനില്ല, അതിന്റെ അപ്പുറമാണെന്ന് കാര്യം മാത്രം പറഞ്ഞു. യാ സയ്യിദി ഖൈറുൻ നബി. പിന്നെ അന്ത ഉമ്മും അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അന്ത ഉമ്മുൻ, ഹബീബായ നബിയെ, അങ്ങ് ഞങ്ങളുടെ മാതാവാണോ? അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹവും കാരുണ്യവും വാത്സല്യവും അനുകമ്പയും കാണുമ്പോ ചിന്തിച്ചു പോവുകയാണ്. ഞങ്ങളെ
9 മാസം ഗർഭം ധരിച്ച് നൊന്തു പ്രസവിച്ച മാതാവാണോ എന്ന്? അം അബൂ, അതല്ല വെയിലും ചൂടും ദാഹവും വിശപ്പും ഊണും ഉറക്കവും വകവെക്കാതെ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ സുഖത്തിന്, ക്ഷേമത്തിന്, ഐശ്വര്യത്തിന്, സന്തോഷത്തിന് വേണ്ടി അരയും തലയും മുറുക്കി കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവാണോ അങ്ങ് നബിയെ? ഇല്ല ഇല്ല ഇല്ല, ഉമ്മവാപ്പമാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ട് തന്നെയില്ല മിസ്ല ഹുസ്നിക, തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഗുണം നന്മ പോലെയുള്ളൊരു ഗുണവും നന്മയും ലഭിക്കുന്ന ഒരു പിതാവിനെയും ഒരു മാതാവിനെയും ഞങ്ങൾ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ട മാതാവ് ഈ ലോകത്ത് ഏറ്റവും നിഷ്കളങ്കമായ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും പ്രതിരൂപമാണ് മാതാവ്. അതുപോലെ തന്നെ പിതാവും. ഈ മാതാവും പിതാവും മക്കൾക്ക് നൽകുന്നത് പോലെയുള്ള പരിഗണനയും സ്നേഹവും കാരുണ്യവും അനുകമ്പയും ലോകത്തോറ്റാലും ചെയ്യുന്നില്ല. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നോക്കുമ്പോ ലോകത്തുള്ള ഒരു മാതാവും ഒരു പിതാവും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ഈ ദുനിയാവിലെ ജീവിക്കുന്ന സമയത്താവട്ടെ, ഖബറിലെ ജീവിതകാലത്താവട്ടെ, പരലോകത്താവട്ടെ, എവിടെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹവും വാത്സല്യവും കാരുണ്യവും അനുകമ്പയും പോലെ ലോകത്ത് മറ്റൊരു സൃഷ്ടിയുമില്ല. പക്ഷെ നമ്മൾ പരിചയപ്പെട്ട ഏറ്റവും സ്നേഹവാത്സല്യവും കാരുണ്യവും അനുകമ്പയും കാണിക്കുന്നവരാണ് മാതാവും പിതാവും. അപ്പൊ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന അനുകമ്പയും താല്പര്യവും സ്നേഹവും വാത്സല്യവും ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ അങ്ങ് ഞങ്ങളുടെ മാതാവാണോ എന്ന് തോന്നിപ്പോവാണ്, അല്ല പിതാവാണോ തോന്നിപ്പോവുകയാണ്. എവിടെ മാതാവും പിതാവും? ആഴത്തിലേക്ക് പഠിച്ചു നോക്കുമ്പോ മാതാപിതാക്കളുടെ കൂട്ടത്തിൽ ഞങ്ങൾ കണ്ടിട്ടേയില്ല മിസ്ല ഹുസ്നിക ഖത്തു, തങ്ങളുടെ ഹുസ്നിയത്ത് പോലെ തീരെ. വിശദീകരിച്ച് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കുകയാണ്. ഒറ്റൊരു കാര്യം, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. നാളെ ബശ്റാവൻ സബീലെത്തിക്കഴിഞ്ഞാൽ സ്വന്തം പ്രിയപ്പെട്ട സഹോദരങ്ങള്, സഹോദരിമാര്, സ്വന്തം മാതാപിതാക്കള്, സ്വന്തം ഭാര്യമക്കൾ, ഈ ലോകത്ത് വേണ്ടപ്പെട്ട എല്ലാവരും യഫിറുൽ മർഉ ഓടിപ്പോവുകയാണ്. എന്താ ഓടിപ്പോവാൻ കാരണം? അവനവന് എടുക്കാൻ മാത്രം അവനവന്റെ ഉത്തരവാദിത്വം തന്നെ ഉണ്ട്. അതുകൊണ്ട് മക്കളെപ്പറ്റി ചിന്തിക്കാൻ, ജ്യേഷ്ഠനെപ്പറ്റി ചിന്തിക്കാൻ, പെങ്ങളെപ്പറ്റി ചിന്തിക്കാൻ, ആങ്ങളിനെ പറ്റി ചിന്തിക്കാൻ, ഭാര്യയെപ്പറ്റി ചിന്തിക്കാൻ, മക്കളെപ്പറ്റി ചിന്തിക്കാൻ ഒന്നിനും ആർക്കും കഴിയില്ല. ആ സമയത്ത് യാ റബ്ബി ഉമ്മത്തി, യാ റബ്ബി ഉമ്മത്തി, യാ റബ്ബി ഉമ്മത്തി എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദായി വീണ് ഈ ഉമ്മത്തിന് വേണ്ടി കരയാനും അവിടുന്ന് ശഫാഅത്ത് വാങ്ങി ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടത്താൻ, ഹിസാബുള്ളവരെ വിജയിപ്പിച്ച് സ്വർഗത്തിൽ കടത്താൻ, ദൗർഭാഗ്യവശാൽ നരകത്തിൽ വീണവരെ രക്ഷപ്പെടുത്താൻ, സ്വർഗത്തിൽ എത്തിപ്പെട്ടാൽ ദർജ ഉയർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിരന്തരം 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 ഞങ്ങളുടെ രക്ഷയ്ക്ക്, ഞങ്ങളുടെ നേട്ടത്തിന്, ഞങ്ങളുടെ പുരോഗതിക്ക്, ഞങ്ങളുടെ അഭിവൃദ്ധിക്ക് ഇത്രമാത്രം താല്പര്യവും സ്നേഹവും വാത്സല്യവും അനുകമ്പയും കാണിക്കുന്ന ഒരാളെയും ഹബീബെ ഞങ്ങൾ കണ്ടിട്ടില്ല. അന്തവും എന്ന് പറഞ്ഞ ഇസ്തിഫാമിന്റെ ഒരു അംസണ്ട്. ആ അംസ മഅ്ദൂഫില അങ്ങനെയുണ്ട്. ഇസ്തിഫാമിന്റെ അംസ കളഞ്ഞാൽ അർത്ഥത്തിന് തെറ്റിദ്ധാരണ വരുന്നില്ലെങ്കിൽ അംസ കളയാന്ന് അൽഫിയ പറഞ്ഞ അതിൽപ്പെട്ട അന്ത ഉമ്മുൻ അം അബൂന, അങ്ങ് വാപ്പയാണോ ഞങ്ങളുടെ, അതല്ല ഉമ്മയാണോ? മാറൈന ഫീമ, ഉമ്മവാപ്പമാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല മിസ്ല ഹുസ്നിക, അങ്ങ് ഞങ്ങളോട് ചെയ്യുന്ന ഹുസ്നിയത്ത് ഗുണം പോലെ. ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അവനെ ആവർത്തിച്ച് പറയേണ്ടതില്ല, ചുരുക്കാൻ വേഗം തീർക്കുക, സമയം ആയും ചെയ്തു. അൻത മുൻജീനാ ഗദാ മിൻ ശഫാഅതിക സ്വഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി. അൻത ഹബീബായ നബിയെ, അങ്ങ് നമ്മളിങ്ങനെ ഉറക്കത്ത് ചെല്ലിയാ പോരാ, മൗലിദ് ഓതുമ്പോഴേ അൻത 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 എന്ന് പറയുന്നത് കണ്ണു മുന്നിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പറ്റി പറയുന്ന അറബി പ്രയോഗമാണത്. അപ്പം ആത്മീയമായി നമ്മൾ ഒന്നുയർന്ന് ആ ഹബീബിന്റെ ഹളറത്തിലെത്തി
നമ്മുടെ മുന്നിൽ ആ ഹബീബ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഹബീബിനോട് നേരിട്ട് സംവദിക്കണം. അപ്പോഴേ മൗലൂദ് ജീവനുള്ളതാവുള്ളൂ. അന്ത ഹബീബായ നബിയെ അവിടുന്ന് മുഞ്ചീന ഞങ്ങളെ രക്ഷിക്കുന്നവരാണ്, രക്ഷപ്പെടുത്തുന്നവരാണ്. ഒതൻ നാളെ എന്ന് പറഞ്ഞാൽ ദുന്യാവ് കഴിഞ്ഞിട്ട് നാളെ മഹ്ശറാവൻ സഭയിൽ ആരുമാരും രക്ഷിക്കാനില്ലാത്ത ആ ഭീതിതമായ സന്നിഗ്ധ ഘട്ടത്തിൽ എല്ലാവരും ഒഴിഞ്ഞുമാറി യൗമയഫിറുൽ മർഉ മിൻ അഖീഹി, ഏറ്റവും ഉടപ്പറപ്പുകളിൽ നിന്നിട്ട് ഓടിപ്പോവുന്ന ഉമ്മിഹി വ അബീഹി, ഉമ്മവാപ്പമാരിൽ നിന്നിട്ട് ഓടിപ്പോകുന്ന സാഹിബത്തിഹി വ ബനീഹി, ഭാര്യ മക്കളിൽ നിന്നിട്ട് ഓടിപ്പോകുന്ന ആ നാളത്തെ ദിവസത്തിൽ അന്തമുഞ്ചീന അങ്ങ് മാത്രമാണ് ഹബീബായ നബിയെ ഞങ്ങളെ രക്ഷിക്കാനുണ്ടാവുക. എന്തുകൊണ്ട് രക്ഷിക്കുക? മിൻ ഷഫാഅത്തിക, മിന്ന് തഅലീൽ ഇല്ലത്തിന്റെ മനക്ക, മിൻ ഷഫാഅത്തിക അവിടത്തെ ഷഫാഅത്ത് കൊണ്ട്, ആ ഷഫാഅത്ത് കാരണം അങ്ങ് രക്ഷപ്പെടുത്തും ഞങ്ങളെ. ഈ ഷഫാഅത്ത് ഖുർആനിലും വന്നിട്ടുണ്ട്, ഹദീസിലും വന്നിട്ടുണ്ട്. വിഷയത്തിലേക്കൊന്നും ഞാൻ കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നില്ല. ഞാൻ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പൊ അവിടുന്ന് ചോദിക്കാം. എങ്ങനെയുള്ള ഷഫാഅത്ത്? അസ്സഫാ, അങ്ങേക്ക് മാത്രമായ, വേറെ ആർക്കുമില്ലാത്ത, സൊഫ് എന്താ പറയാ, ഒരു കലർപ്പും ഇല്ലാത്ത, ഷെയറുകാരില്ലാത്ത, അങ്ങേക്ക് മാത്രമുള്ള ആ ഷഫാഅത്ത് കൊണ്ട് ഞങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ളതുമായ ഷഫാഅത്ത് രണ്ട്. ഒന്ന് നബി തങ്ങൾക്ക് മാത്രമുണ്ട്, പക്ഷെ എല്ലാവർക്കും കിട്ടും. ഫസ്ലുൽ ഖളാഇന്റെ അഥവാ മഖാമുൽ മഹ്മൂദിന്റെ ഷഫാഅത്ത് അതല്ല ചോദിക്കുന്നത് രണ്ടാലൊന്ന്. ഒരു പക്ഷേ ഹിസാബില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന്റെ ദറജ മഖാമ് കൊണ്ട് മാത്രം ഹിസാബോ കിതാബോ ഇല്ലാതെ സ്വർഗത്തിൽ കടത്തുന്ന അത് നബിതങ്ങളുടെ സഫാ ആയ സാഫിയായ ഷഫാഅത്ത്, വേറെ ആർക്കും അതില്ല. ഇനി അതില്ലെങ്കിൽ, അതിന് നമ്മൾ അർഹരല്ലെങ്കിൽ തൊട്ടടുത്ത ഷഫാഅത്ത്, അവിടത്തോട് മഹബത്ത് വെച്ച് അവിടത്തെ മേൽ കുറെ സ്വലാത്ത് ചൊല്ലി അങ്ങനെ ജീവിച്ച്, പക്ഷേ നമ്മളുടെ വാക്കിലും പ്രവൃത്തിയിലും നടപടിയിലും ഒക്കെ ഒരുപാട് തകരാറുകൾ വന്ന്, വിശ്വാസമൊക്കെ നല്ല വിശ്വാസം, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ നല്ല അടിയുറച്ച വിശ്വാസമുണ്ട്, അതോടുകൂടി കുറെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, ഹബീബിൽ തന്നെ മഹബത്ത് വെച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. എന്നാൽ ഒരുപാട് നമ്മുടെ ദൗർബല്യം കൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട്. കൃത്യമായ ഒരു ഹിസാബ് എടുത്തിട്ട് കണക്ക് നോക്കിയാൽ ഈ അമലുകളുടെ ദോഷം കാരണം ഒരുപക്ഷെ നരകത്തിൽ പോരാകാനാണ് അർഹത. അവിടെ ഹബീബിനോടുള്ള മഹബത്തും സ്വലാത്തും കാരണമായി അവിടുന്ന് നരകത്തിൽ പോകാൻ ഇടവരാതെ ഹസനാത്ത് മുൻതൂക്കമാക്കി സ്വർഗത്തിലേക്ക് നേരെ കടത്തുന്ന രണ്ടാമത്തെ ഷഫാഅത്ത്. ഈ രണ്ട് ഷഫാഅത്താണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്ന മിൻ ഷഫാഅത്തിക അസ്സഫാ എന്ന് പറഞ്ഞു. എന്നാൽ അത് വേറെ ആർക്കും ഷെയർ ഇല്ല, അതുകൊണ്ട് അതിനെ അസ്സഫ എന്ന് പ്രത്യേകം പറഞ്ഞത്. എന്നാൽ നരകത്ത് കടന്നവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഷഫാഅത്തുണ്ട്, അസ്സഫ അല്ല. അത് എല്ലാ അമ്പിയാക്കൾക്കും ഉണ്ട്, ഉലമാക്കൾക്കുണ്ട്, ശുഹദാക്കൾക്കുണ്ട്. അപ്പൊ അത് അസ്സഫ അല്ല, മനസ്സിലായില്ലേ? അപ്പോ കലർപ്പില്ലാത്ത അവിടത്തേക്ക് മാത്രമായിട്ടുള്ള രണ്ടാലൊരു ഷഫാഅത്ത് കൊണ്ട് തങ്ങൾ ഞങ്ങളെ രക്ഷിക്കണേന്ന്, രക്ഷിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണേന്ന് തന്നെ അപേക്ഷ. എന്നിട്ട് ചോദിക്കാൻ മല്ലനാമി സുരുക്ക, ഹബീബായ നബിയെ അങ്ങെപ്പോലെ ഞങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടാവുമോ? ആരുമില്ല. തങ്ങൾക്ക് സമാനമായി ഞങ്ങൾക്ക് ഇനി ആരുമില്ല, ഒരു ഉമ്മയില്ല, ഒരു വാപ്പയില്ല, ഒരു ഉസ്താദും ഇല്ല, ഒരു രക്ഷിതാവും ഇല്ല, ആരുമില്ല. തങ്ങൾക്ക് സമാനമായി ഈ പാവപ്പെട്ട ഉമ്മത്തിന് സഹായിക്കാൻ, രക്ഷപ്പെടുത്താൻ തങ്ങൾക്ക് സമാനമായി ലോകത്തൊരാളും തന്നെ ഇല്ല. അങ്ങ് അവിടത്തെ മഹത്തായ ഔദാര്യം കൊണ്ട് അവിടത്തേക്ക് മാത്രം അധികാരപ്പെട്ട, ഹിസാബില്ലാതെ രക്ഷപ്പെടുത്തുന്നതോ ഹിസാബിന്റെ സമയത്ത് വിജയിപ്പിച്ച് രക്ഷപ്പെടുത്തുന്നതോ ആയ അവിടുത്തെ ഷഫാഅത്ത് കൊണ്ട് അങ്ങ് ഞങ്ങളെ രക്ഷപ്പെടുത്തുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. രക്ഷപ്പെടുത്തി തരണം. അത് അങ്ങയോട് പറയല്ലാതെ അങ്ങയ്ക്ക് തുല്യമായി വേറെ ഒരാളെയും ഞങ്ങൾ കാണുന്നില്ല. യാ സയ്യിദി ഖൈറൻ നബി, എന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസവേളകളിലും എന്റെ അഭയകേന്ദ്രമായ അമ്പിയാക്കളിൽ അത്യുത്തമരായ ഹബീബായ നബിയെ. എന്തിനാ അവിടത്തോട് പറയുന്നത്? വേറൊന്നുമല്ല, ഇവിടെ അലങ്കാരിക പ്രയോഗ ഇസ്തിയാറത്തും ബിൽക്കിനായ എന്ന് പറയുന്നത്. ഇർത്തക്കബത്തു, ഞാൻ വാഹനമേറി. എന്തിന്റെ മേലെ? അലൽ ഹത്തോ, ഹതീയത്തുകൾ, തെറ്റുകുറ്റങ്ങളെ ഒരു വാഹനമാക്കി
അതിന്റെ മുകളിൽ കയറിയിരുന്ന് സഞ്ചരിക്കുന്നവരെ പോലെയാണ് ഞാൻ എപ്പോഴും തെറ്റിൽ വ്യാപൃതനാണ് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. കവിതയാവുമ്പോ അങ്ങനെ അലങ്കാര പ്രയോഗങ്ങൾ നല്ലോണ്ടാവും. റക്കിബുത്തു അലൽ ഫർസി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കുതിരപ്പുറത്തേറി എന്ന് പറയുന്നത് പോലെ റക്കിബുത്തു ഇർത്തക്കബുത്തു അലൽ ഹത്തോ എന്ന് പറഞ്ഞാൽ തെറ്റുകുറ്റങ്ങളുടെ മേൽ ഞാൻ വാഹനമേറി, വാഹനമാക്കി അതിനെ കീഴ്പ്പെടുത്തി അതിന്റെ മുകളിൽ കയറിയിരുന്ന് എപ്പോഴും തെറ്റിൽ മാത്രം വ്യാപൃതനായി ജീവിക്കുന്ന ഒരു മഹാപാപിയാണ് ഹബീബായ നബിയെ ഞാന്. അതോ വൈറഹസുരിൻ വഅദദിൻ, എണ്ണവും തിട്ടവുമില്ലാതെ. വൈറഹസൻ എന്ന് പറഞ്ഞാൽ അറ്റല്ലാതെ എത്ര എണ്ണം ചെയ്തു എന്ന് എനിക്കത് പറയാൻ കഴിയൂല. എപ്പോഴും തെറ്റ് തന്നെ, വാക്കിലായാലും പ്രശ്നം, നോക്കിലായാലും പ്രവൃത്തിയിലായാലും വിചാരത്തിലായാലും തെറ്റ്. ഇങ്ങനെ നോക്കി നോക്കി എണ്ണ തീരാത്ത, വഅദദിൻ എണ്ണം തീരാത്ത, കണക്കില്ലാത്ത അത്രയും തെറ്റിൽ വ്യാപൃതനായി ജീവിച്ച മഹാപാപിയാണ് ഹബീബേ ഞാൻ. കുറ്റബോധത്തോടുകൂടി ലക്ക അഷ്കൂ, ഹബീബായ നബിയെ ഞാൻ എന്റെ സങ്കടം അവിടത്തോട് ബോധിപ്പിക്കുന്നു. വഹാബി പറയും പോലെ തങ്ങൾ എനിക്ക് പുറത്തു തരണം എന്നല്ല അവിടെ പറയുന്നത്. ലക്ക അഷ്കൂ ഫീഹി, ഈ കാര്യത്തിൽ, ഈ തെറ്റിന്റെ കാര്യത്തിൽ അങ്ങയോട് ഞങ്ങൾ ആവലാതി ബോധിപ്പിക്കുന്നു. ശിക്കായത്ത് പറയാന്നല്ല, സങ്കടം പറയാ, ആവലാതി ബോധിപ്പിക്കുക എന്നൊക്കെയാണ്. അത് അള്ളാഹ് പറഞ്ഞതാണ് അവലാതി ബോധിപ്പിക്കാൻ. വലവന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അള്ളാഹ് പറഞ്ഞതാ വലവന്നഹും യളമു അൻഫുസഹും, മുഅ്മിനീങ്ങളായ ആളുകൾ തെറ്റുകുറ്റങ്ങളെ കൊണ്ട് ശരീരത്തെ ആക്രമിച്ചു കഴിഞ്ഞു, അഥവാ തെറ്റുകുറ്റത്തിൽ വ്യാപൃതനായി ജീവിച്ചു കഴിഞ്ഞു. എന്നിട്ടൊരു മനുഷ്യൻ തെറ്റ് സമ്മതിച്ചുകൊണ്ട് കുറ്റബോധത്തോടുകൂടി അങ്ങയോട് വന്നിട്ട് ശിക്കായത്ത് പറയുന്നു, ജാഊക്ക തങ്ങളെ സമീപിക്കുന്നു, ഫസ്തഗ്ഫിറുല്ലാഹ് അള്ളാഹിനോട് ഒരു പൊറുക്കലിനെ തേടുകയും, വസ്തഗ്ഫറ ലഹുമുർ റസൂലു അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ ചെയ്യുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹു തആല അധികമായി തൗബ സ്വീകരിക്കുന്നവരായും അങ്ങേയറ്റത്തെ റഹ്മത്ത് ചെയ്യുന്നവരായും അവരെ എത്തിക്കും എന്ന് അള്ളാഹു തആല പറഞ്ഞ ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നതിന് പുറമെ നമ്മുടെ സങ്കടം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ ആവലാതി പറയുകയാണ്. ആ ആവലാതിലൊക്കെ അഷ്കൂ ഫീഹി. അപ്പോ നമ്മൾ അവിടെ പോയി, തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തല്ലേ, വഫാത്തിന് ശേഷം അങ്ങനെ ഉണ്ടാവുമോ, അങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ വെറുതെ ചോദിക്കുക. അല്ലാഹു തആല ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്താ പറഞ്ഞത്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹു തആല പറയാ വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഹബീബായ നബിയെ ലോകത്ത് കഴിഞ്ഞുപോയവരും വരാനിരിക്കുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനായ അവനത്തായ എല്ലാ ആണുപെണ്ണുങ്ങൾക്കും വേണ്ടിയിട്ട് അവിടുന്ന് ഇസ്തിഗ്ഫാർ ചെല്ലണം, പൊറുക്കലിനെ തേടണം. ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന മോമിന മോമിനാത്തുകൾക്ക് വേണ്ടി അങ്ങ് പൊറുക്കലിനെ തേടുന്ന അള്ളാഹ് പറയാണ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അള്ളാഹ് പറയുന്നത് പൊറുക്കലിനെ തേടാൻ. പൊറുക്കലിനെ തേടാൻ പറഞ്ഞാൽ നമ്മൾ ചോദിക്കേണ്ട, നമ്മളോട് അല്ലാഹു തആല പറയുന്നത് ജാഊക, ഹബീബിന്റെ സമീപിച്ചിട്ട് അവിടത്തോട് സങ്കടം പറയണം. നബിയെ ഞങ്ങൾ തെറ്റിയ ഭാവിയാണ്, ദോഷിയാണ്, ഞങ്ങൾക്ക് കാര്യത്തിൽ അവിടുന്ന് ഷഫാഅത്ത് ചെയ്യണം, എന്നിട്ട് അള്ളാഹിനോട് പൊറുക്കലിനെ തേടണം. അപ്പ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അതിന് സങ്കടം ബോധിക്കുകയാണ്. ഒക്കെ അഷ്കു, ഹബീബായ നബിയെ ഞങ്ങളുടെ സങ്കടം ആവലാതി അവിടത്തോട് ബോധിപ്പിക്കുന്നു. ഈ തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടുന്ന വിഷയത്തിൽ അത് അവിടുന്ന് ഷഫാഅത്ത് ചെയ്ത് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി ഞങ്ങൾ ഈ വിഷയത്തിൽ രക്ഷിച്ചു തരണം. യാ സയ്യിദി ഖൈറൻ നബി, അമ്പിയാക്കന്മാരിൽ ഉത്തവരും എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഞങ്ങളുടെ അഭയകേന്ദ്രവുമായ ഞങ്ങളുടെ നേതാവായ ഹബീബായ നബിയെ, ഇന്നനാ നർജു ഇലാ കഅസി ഹൗദിക ലിൽ അത്ഷ് യൗമ നശ്രി കിതാബിയ സയ്യിദി ഖൈറൻ നബി. സമയപ്പതൻ അങ്ങെത്തിന്ന് നിന്ന് നാളത്തേക്ക് വെക്കാനോ അവരോട് ചുരുക്കി വിശദീകരണം കുറക്കുക. ഇന്നനാനർജു, ഹബീബായ നബിയെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, കൊതിക്കുന്നു, ഇലാ കഅസി ഹൗദിക, അവിടുത്തെ ഹൗദുൽ കൗസറിലെ കപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ കപ്പിൽ നിന്നിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊതിക്കുന്നു. കൗസ് കൗസ് എന്ന് പറഞ്ഞാൽ തന്നെ പാനീയം നിറച്ച കപ്പിനെ കൗസ് എന്ന് പറയുള്ളൂ. അപ്പോ അവിടത്തെ ഹൗദുൽ കൗസർ 2 ഉണ്ട് എന്നാ.
ഒന്ന് മഹ്ശറയിൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗളാണ് ഏറ്റവും വലുത്, മറ്റമ്പിയാക്കൾക്കും ഉണ്ടത്. എന്നാൽ സിറാത്ത് പാലം കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി മറ്റൊരു ഹൗദുണ്ട്. സ്വർഗത്തിൽ തന്നെ നഹ്റുൽ കൗസർ എന്ന് പറയുന്ന നഹർ സ്വർഗത്തിലും ഉണ്ട്. ഇവിടെ ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹ്ശറയിലുള്ള ഹൗദാണ്. അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിലുള്ള കപ്പുകൾ ആകാശത്തിലെ നക്ഷത്രം കണക്കെയാണ്, നിറയെ എണ്ണിയാ തീരൂല, അത്രയുണ്ട്. അപ്പൊ കപ്പ് ഡിസ്പോസിബിൾ ആണ് എന്ന് അതിനാ മനസ്സിലാകുക. അല്ലെങ്കിൽ ഒരു കപ്പ് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇങ്ങനെ കോരി കൊടുത്താൽ മതിയല്ലോ. ഒരു കപ്പ് കോരി ഒരാൾക്കാണ് കൊടുത്താൽ അയാൾക്ക് ആ കപ്പും ആ കപ്പിലുള്ള പാനീയവും അയാൾക്ക്, അടുത്ത ആൾക്ക് വേറെ കപ്പ. ഇങ്ങനെ കോടാനുകോടി കപ്പുകളുള്ള ഒരു വലിയ ഹൗദ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. മൻ ശരിബ മിന്നാ ലാ യഗ്മഉ ബഅദഹു അബദാ എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒറ്റ കപ്പ് ഒരാൾ കുടിച്ചാൽ പിന്നീട് ദാഹം എന്നത് അയാൾക്ക് അനുഭവപ്പെടുകയില്ല. ആ മഹ്ശറയിലാണ് ഏറ്റവും കൂടുതൽ ദാഹത്തിന്റെ പ്രയാസം അനുഭവപ്പെടുന്നത്. അവിടെ അതിൽ നിന്നൊരു കപ്പ് ചോദിക്കാം. ഇന്നനാ നർജു ഇലാ കൗസി ഹൗദിക ലിൽ അതശ്, ആ കൊടും ദാഹത്തിന് വേണ്ടി, ആ ദാഹശമനിയാവുന്ന പിന്നീട് ഒരിക്കലും ദാഹിക്കാത്ത അവിടുത്തെ ഹൗദുൽ കൗസറിലെ കപ്പ് ഞങ്ങൾ ചോദിക്കുന്നു. എപ്പോഴാണത് വേണ്ടത്? യൗമ നശ്രി കിതാബി, കിതാബിയാന്ന് അല്ല കിതാബീന്ന്, എന്റെ കിതാബ് നസ്ർ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ മഞ്ഞ് വീഴുന്നത് പോലെ നാനാഭാഗത്തു നിന്നും ആളുകളുടെ കൈകളിലേക്ക് കിതാബ് ഇങ്ങനെ ആ നൽകപ്പെടുന്ന സമയത്ത് ഓർഡർ ഉണ്ടാവും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന്. ഇന്ന ആളുകളുടെ വലത് കൈയിലാവട്ടെ, ഇന്ന ആളുകളുടെ ഇടത് കൈയിലാവട്ടെ, ഇന്ന ആളുകളുടെ പിൻവശത്തിലൂടെ ആവട്ടെ എന്ന് ആ ഓർഡർ വന്നാൽ അങ്ങനെ അല്ലാതെ വാങ്ങഴിയില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ വേജാറും വെപ്രാളവും പ്രയാസവും ഉള്ള സമയമാണ്. കാരണം എന്റെ ഏത് കയ്യിലാണ് കിതാബ് കിട്ടുക, കിതാബ് കിട്ടിയാൽ അത് വായിക്കേണ്ടി വരുമല്ലോ, ഞാൻ ആകെ വഷളാവുമല്ലോ എന്നുള്ള ആ പരിഭ്രമം. കസ്റ്റംസിലെത്തുമ്പോൾ കുറച്ച് സാധനം കണക്കിലേറുണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു ദാഹം, ഒരു തൊണ്ട വരളലും നാവുണങ്ങലും ഒക്കെ ഉണ്ടാവും. എന്നാൽ മഹ്ശറാവൻസബയിലെ തുല്യതയില്ലാത്ത വരൾച്ചയും ദാഹവും പരിഭ്രമവുമുള്ള ആ സമയത്ത് ഞങ്ങളുടെ നന്മ തിന്മകളിൽ എഴുതപ്പെട്ട കിതാബുകൾ അത് നിവർത്തപ്പെടുന്ന ആ ഭീകരമായ അന്തരീക്ഷത്തിൽ ദാഹശമനത്തിന് വേണ്ടി അവിടുത്തെ ഹൗദുൽ കൗസറിൽ നിന്നിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഹബീബായ നബിയേ, യാ സയ്യിദി ഖൈറൻ നബി, നബിമാരിൽ ഉത്തമരായ എന്റെ സയ്യിദായിട്ടുള്ളവരെ. അപ്പൊ അത് അള്ളാഹു തആല കൊടുത്തു കഴിഞ്ഞാലേ, ഇന്നാത്തൈനാക്കൽ കൗസർ എന്ന് അള്ളാഹ് പറഞ്ഞ് പ്രഖ്യാപിച്ചു പോയില്ലേ. അൽ കൗസർ എന്ന് പറഞ്ഞാൽ ധാരാളം ഖൈറുൻ കസീർ എന്നാണ് അതിന് തഫ്സീർ. എന്നല്ലാത്ത ഖൈർ, അതിൽപ്പെട്ട ഒരു ഖൈറാണ് ഹൗദുൽ കൗസർ എന്ന് പറയുന്നത്. അത് കാരണം എണ്ണല്ലാത്ത അത്ര കപ്പുകളും അത്രമാത്രം വിശാലവുമായതുകൊണ്ടാണ് അതിന് അൽ കൗസർ എന്ന് പറഞ്ഞത്. ഖൈറുൻ കസീർ അള്ളാഹു തആല കൊടുത്തു കഴിഞ്ഞു. അള്ളാഹു തആല ഹബീബിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹബീബിനോട് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഈമാൻ കിട്ടി, സുന്നിയായി ഈമാൻ കിട്ടി മരിക്കണേ എന്നാണ്. കാരണം അങ്ങനത്തെ അത് കിട്ടുള്ളൂ. പറഞ്ഞതിന്റെ അർത്ഥം അവിടുന്ന് ഹബീബെ ഞങ്ങൾക്ക് ആ ഹൗദിൽ നിന്നിട്ടും ഈ ദാഹത്തിന്റെ കിതാബുകൾ നൽകപ്പെടുന്ന ആ ഭീകരമായ അന്തരീക്ഷത്തിൽ പറയാൻ പറ്റാത്ത അത്രയും ഭയങ്കരമായിരിക്കുന്ന ദാഹമുള്ള സമയത്ത് ദാഹശമനത്തിന് തരണേ എന്ന് പറയുന്നതിന്റെ അർത്ഥം അതിന് അർഹമാവുന്ന നിലക്ക് സുന്നിയായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം കിട്ടുമാറാകണം എന്നാ അവർക്ക് അത് കിട്ടുള്ളൂ എന്നുണ്ട്. ചുരുക്കാണ്. അതിന്റെ ഒക്കെ പുറമെ ഇനി പറയാണ് അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ വഅഹ്ലനാ ഇൻളാഅ യാ സയ്യിദി ഖൈറൻ നബി. അശ്ശഫാഅത, ഹബീബായ നബിയെ, നേരത്തെ പറഞ്ഞ ആ ഷഫാഅത്തിനെ, നേരത്തെ പറഞ്ഞ ആ ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ രണ്ടാലൊരു ഷഫാഅത്ത്. ഒരു പക്ഷേ ഹിസാബില്ലാതെ കിതാബ് നൽകപ്പെടാതെ സ്വർഗത്തിൽ കടത്താൻ അവിടുന്ന് ചെയ്യുന്ന മഹത്തായ സഫാ എന്ന ഷഫാഅത്ത്, അതല്ലെങ്കിൽ പാവികളായ ഞങ്ങളുടെ ഈ പാവങ്ങളൊക്കെയും പൊറുക്കപ്പെട്ട് ഹസനാത്ത് മോന്തൂക്കമായി നരകത്തിൽ കടക്കാനിടവരാതെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടുന്ന് ചെയ്യുന്ന ആ ഷഫാഅത്ത്, ആ ഷഫാഅത്തിനെ ഹബ് ദാനമായി ഞങ്ങൾക്ക് തരണേ. ലനാ ഹബ് ലനാ, ഞങ്ങൾക്ക് ദാനമായി തരണേ, ഔദാര്യമായിട്ട് തരണേ. അവിടെ തന്നെ വല്ലാത്തൊരർത്ഥമുണ്ട്. ഹബ് ലനാ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അർഹിക്കുന്നില്ല, ഞങ്ങൾ പാവികളാണ്, മഹാതെറ്റുകാരാണ്, മഹാകുറ്റവാളികളാണ്. ഹബീബിന്റെ സുന്നത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ പലതും ചെയ്യുന്നില്ല.
അവിടത്തോടുള്ള മഹബത്ത് ഞങ്ങളുടെ കൽബിലില്ല, അവിടത്തെ മേലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല. ഇങ്ങനൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അർഹതയൊന്നുമില്ല. അതുകൊണ്ട് അവിടുത്തെ ഔദാര്യം കൊണ്ട്, ഹൈബത്തായിക്കൊണ്ട് ഞങ്ങൾക്ക് നൽകണേ ഹബീബായ നബിയെ. ഫിൽ ഖിയാമത്തി, ആ ഭയാനകമായ ഖിയാമത്ത് നാളിൽ ഞങ്ങൾക്ക് ദാനമായി അവിടുന്ന് ഔദാര്യം കൊണ്ട് ആ മഹത്തായ ശഫാഅത്ത് ചെയ്തു തരണേ. മുഷ്ഫിഖ, അങ്ങ് ഞങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹവാത്സല്യം കൊണ്ട്, മാതാക്കൾക്കില്ലാത്ത പിതാക്കൾക്കില്ലാത്ത അങ്ങേയറ്റത്തെ സ്നേഹവാത്സല്യത്തിന്റെ ഉടമയാണല്ലോ ഹബീബായ നബിയെ. ഞങ്ങൾ എത്രയൊക്കെ പാവികളാണെങ്കിലും, എത്രയൊക്കെ അകറ്റപ്പെടേണ്ടതാണെങ്കിലും, സ്വന്തം മക്കളോട് മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്നത് പോലെയല്ല, അതിനേക്കാളും 1000 മടങ്ങ് സ്നേഹവാത്സല്യവും കാരുണ്യവും ദയാവായ്പുമുള്ള ഹബീബെ, അവിടത്തെ കാരുണ്യം കൊണ്ട്, ദയാവായ്പ കൊണ്ട് ഞങ്ങളെ ഒന്ന് ആ ശുദ്ധമായ അവിടത്തേക്ക് മാത്രം അവകാശപ്പെട്ട ആ ശഫാഅത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചു തരണേ. എന്നിട്ട് പറയാ, വാ അയ്യോ വാലന, ഞങ്ങളുടെ മഹാസങ്കടമേ, ഞങ്ങളുടെ മഹാനഷ്ടമേ, ഇല്ലാ ആ മഹത്തായ ശഫാഅത്ത് എങ്ങാനും നഷ്ടപ്പെട്ടു പോകാൻ ഇടവന്നാൽ, സുന്നിയല്ലാതെ മരിക്കാൻ ഇടവന്നാൽ എന്നർത്ഥം, ഹബീബിനെ മഹബത്ത് വെക്കാതെ മരിക്കാൻ ഇടവന്നാൽ എന്നർത്ഥം. അവിടത്തോടുള്ള മഹബത്തില്ലാതെ സുന്നിയല്ലാതെ മരിക്കാൻ വന്നാൽ പിന്നെ അവിടുത്തെ ഷഫാഅത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല. ആ ഒരു രീതിയിൽ ഞങ്ങൾക്ക് അവിടുത്തെ ഷഫാഅത്ത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നാൽ അയ്യോ എന്റെ വല്ലാത്ത ദുഃഖമേ. യാ സയ്യിദി ഖൈറൻ നബി എന്ന് പറഞ്ഞിട്ട് മതിയാക്കുകയാണ്. സ്വലാത്തു അലൻ നബി കുല്ല വഖ്തിൻ ദായിമാ ലാഹ നജ്മുൻ ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി. അസ്സലാത്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞ ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി എന്ന് പറഞ്ഞ ആ സ്വലാത്ത് അലൻ നബി, സമ്പൂർണരായ കാമിലും മുക്കമ്മലും മുക്കമ്മിലുമായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ വർഷിക്കുമാറാകട്ടെ. കുല്ല വഖ്തിൻ, എല്ലാ സമയത്തും. അതിന് തേക്കീത് ഹാലായിട്ട് ദായിമൻ, അങ്ങനെയാണ് ബൈത്തിലുള്ളത്. പക്ഷെ അവിടെ ഒരു വളരെയധികം പ്രയാസങ്ങളുണ്ട്. ഹാഷ്യക്കാരൊക്കെ അവിടെ ദൗമമായെന്ന് പറയുകയാണെങ്കിൽ കുറെ കൂടി നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഹാഷ്യക്കാരങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. മഹ്ദൂമ് തങ്ങളുടെ ബൈത്തിലുള്ളത് ദായിമൻ എന്ന് തന്നെയാണ്. ശരിക്ക് വേണ്ടിയിരുന്നത് ദൗമമ എന്നാണ്. കുല്ല വഖ്തിൻ ദൗമമ ലാഹ നജ്മുൻ ഫിസ്സമാ. കാരണം എന്താ വെച്ചാല് ഈ ലാഹക്ക് എന്തു വേണം? മാ ലാഹ എന്ന് പറഞ്ഞാൽ വെർഫ് മസ്തരിയായിരിക്കുന്ന ഒരു മാ വേണം. ആ മാ ഇവിടെ തന്നെ കിട്ടും. ദൗമ് എന്ന മസ്തർ കൊടുക്കുകയായിരുന്നുവെങ്കിൽ ബെയ്ത്തും ഇതിനെക്കാട്ടിനും ചർച്ച കിട്ടും. പക്ഷെ ഉള്ളത് ദായിമൻ തന്നെ. അപ്പൊ ഇത് ഹാലായിട്ട് മുസ്തമിറൻ മിൻ കുല്ലി വഖ്തിൻ, കുല്ലി വഖ്ത് എന്ന് പറഞ്ഞ ഹാലായിട്ട് സ്ഥിരമായിട്ട് എപ്പോഴും എന്നും എപ്പോഴും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ഉണ്ടായിരിക്കട്ടെ. ലാഹ നജ്മു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴും മാ വേണം അവിടെ. അപ്പൊ അത് തഖ്ദീറിലാണെന്ന് വെക്കുക. ഒരു വെർഫ് മസ്തരിയായിരിക്കുന്ന മാതാമ ഒക്കെ പറയില്ലേ എന്നതുപോലെ മാലാഹ നജ്മുൻ, നക്ഷത്രം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെയും, ഫിസ്സമായി, ആകാശത്തിൽ നക്ഷത്രം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെയും എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെയും നിത്യമായി പതിവായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അല്ലാഹുവിന്റെ സ്വലാത്ത് സദാ വർഷിക്കുമാറാകട്ടെ. സയ്യിദി ഖൈറുൻ നബി, എന്റെ എല്ലാ ഏറ്റവും വലിയ നേതാവും എല്ലാ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഘട്ടത്തിൽ ഞങ്ങളുടെ അഭയകേന്ദ്രവുമായിരിക്കുന്ന അമ്പിയാക്കളിൽ അത്യുത്തമരായ ഹബീബായ നബിയെ, അങ്ങയുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വലാത്ത് സദാ വർഷിക്കുമാറാകട്ടെ. ചുരുക്കി പറഞ്ഞതാണ്. എന്നിട്ട് തന്നെ ഇപ്പൊ 1 മണിക്കൂർ അധികമായി. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ റബ്ബ് തൗഫീഖ് ചെയ്താൽ തുടർന്നുള്ള ക്ലാസ്സിൽ ഓതാ. ഇനി എന്തെങ്കിലുമൊക്കെ സംശയമുള്ളവരുണ്ടെങ്കിൽ ഓർക്ക് മൈക്കിൽ വരാ. ചിലരൊക്കെ ഇങ്ങനെ അന്തം വിട്ട് ഉത്തരിക്കണ്ട. ഇനിയിപ്പൊക്കെ മൈക്ക് വേണ്ടവര് മൈക്കെടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അതല്ല ഇനി മറ്റു വല്ല വിഷയങ്ങളുണ്ടെങ്കിൽ അതും ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കിട്ടുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുതരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന്റെ ഹക്ക് കൊണ്ട്, അവിടുത്തെ മദദ് കൊണ്ട് അല്ലാഹു തആല നമുക്കൊക്കെ നാഫിയായ ഇൽമു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഹബീബിനോടുള്ള മഹബത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആ മഹബത്താണ് യഥാർത്ഥത്തിൽ ഈമാൻ. മഹബത്തില്ലാതെ 1000 റക്അത്ത് നിസ്കരിച്ചിട്ട് കാര്യമില്ല, 1000 മടങ്ങ് ദാനധർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല.
101 ഹജ്ജും ഉംറയും ചെയ്തിട്ട് കാര്യമില്ല. ഈമാൻ ഹബീബിനോടുള്ള മഹബ്ബത്താണ്. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വലദിഹി വന്നാസി അജ്മഈൻ. ഹബീബിനോടുള്ള മഹബ്ബത്താണ് യഥാർത്ഥത്തിൽ ഈമാൻ. ആ മഹബ്ബത്തിന്റെ ഏറ്റക്കുറച്ചിലാണ് ഈമാനിന്റെ ഏറ്റക്കുറച്ചിൽ. അല്ലാഹു തആല ഹബീബിനോടുള്ള മഹബ്ബത്തും ഈമാനും ഏറ്റിത്തരുമാറാകട്ടെ. അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇനി ചോദ്യാർത്ഥികൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും.